ബിസിനസ്സുകൾക്കായി സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന ഇന്ത്യൻ ബഹുരാഷ്ട്ര സാങ്കേതികവിദ്യാ കമ്പനിയായ സോഹോ കോർപ്പറേഷൻ കൊട്ടാരക്കരയിൽ വമ്പൻ ക്യാമ്പസ് തുറക്കുന്നു. സോഹോയുടെ കേരളത്തിലെ ആദ്യ ക്യാമ്പസാണ് കൊട്ടാരക്കരയിൽ ഒരുങ്ങുന്നത്. അടുത്ത മാസം 2-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പസ് നാടിന് സമർപ്പിക്കും. കേരളത്തിന്റെ വികസനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക് സാങ്കേതികവിദ്യയും പുത്തൻ മാതൃകകൾ സൃഷ്ടിക്കുമ്പോൾ ഈ രംഗത്ത് തൊഴിലവസരങ്ങളൊരുക്കിയും മാതൃകയാവുകയാണ് സോഹോ. സോഹോയുടെ കേരളത്തിലെ ആദ്യ ക്യാമ്പസാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കരയിൽ ഒരുങ്ങുന്നത്. IT, ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ വികസനത്തിന് വിശാല സാധ്യതകൾ തുറക്കുന്നതിനൊപ്പം ഈ രംഗത്ത് തൊഴിൽ തേടുന്നവർക്ക് നാട്ടിൽ തന്നെ മികച്ച പരിശീലനവും തൊഴിൽ സാധ്യതയും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കേരളത്തിന് തന്നെ നമ്മുടെ ആധുനിക ടെക്നോളജി ഡെവലപ്മെൻറ്റിന് വലിയ ഭാവി നൽകുന്ന ഒരു സ്ഥാപനമായിട്ടായിരിക്കും വരുന്നത്. ഈ മാതൃക കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും ആവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതൊരു പൈലറ്റായിട്ട് നമുക്ക് കാണാം കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക്, പുതിയ അഭ്യസ്ത വിദ്യർക്ക് നാട്ടിൽ തന്നെ പരിശീലനം കിട്ടി ഇവിടെ തന്നെ ചെയ്യാനും ലോകത്തേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും പറ്റുന്ന തരത്തിലേക്കുള്ള വാതായനം തുറക്കുന്ന വിവിധ പദ്ധതികളിലൊന്നാണിത്. കൊട്ടാരക്കരയിലെ മാതൃക കേരളമാകെ പിന്തുടരുമെന്നും മന്ത്രി. ക്യാമ്പസ് വികേന്ദ്രീകൃത വികസനത്തിന്റെ മാതൃകയെന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക. മനുഷ്യനും റോബോട്ടുകളും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയെന്നും മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനുഷ്യന് ഇടപഴകാൻ കഴിയുന്ന രീതിയിലുള്ള റോബോട്ടുകൾ ഭാവിയിൽ ഉരുത്തിരിഞ്ഞു വരുമെന്നും അവരായിരിക്കും നാളെ നമ്മളുടെ പല സഹായങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്നതെന്നുമുള്ള ഒരു തിയറി, അതിനെ ബേസ് ചെയ്തുള്ള ഗവേഷണങ്ങളായിരിക്കും പ്രധാനമായും ഈ കേന്ദ്രത്തിൽ നടക്കുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷനും IHRDയും സോഹോ കോർപ്പറേഷനും ചേർന്ന് കഴിഞ്ഞ വർഷം കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ഥാപിച്ച ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ തുടർച്ചയാണ് നെടുവത്തൂരിലെ പുതിയ ക്യാമ്പസ്. തുടക്കത്തിൽ 250 ജീവനക്കാരാവും ക്യാമ്പസിലുണ്ടാവുക. 24 കൊട്ടാരക്കര.